എടി രമ്യ, നീ എന്താ ഇവിടെ? ഞാനിവിടെ ഷോപ്പിങ്ങിന് വന്ന. നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് കിട്ടും. നോക്കിയേ, എന്തോരം കളക്ഷൻസ് ആണ്. അതാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ റേഞ്ചിലുള്ളത് ഇവിടെ കിട്ടൂ. രമ്യ, അത് നോക്ക്, അത് നിനക്ക് ചേരും. അതൊക്കെ ചേരും. പക്ഷെ ഇത്തവണ ഞാൻ വാങ്ങുന്നത് ഇതിനേക്കാളൊക്കെ വിലയുള്ളതാ. ആ മാഡ് ഇടുന്നതിനേക്കാൾ വില പിടിപ്പുള്ള ഒരെണ്ണം. നിങ്ങൾ വാ. ഇവളെന്ന് ഇവിടുത്തെ സെയിൽസ് ഗേൾസിനെ കൊണ്ട് മുഴുവൻ ഡ്രസ്സും വാരി ഇടിക്കും. അതെ അതെ, ലക്ഷണം കണ്ടിട്ട് എനിക്കും അതാ തോന്നുന്നത്. അതെ, ബുദ്ധിമുട്ടുള്ളവർക്ക് മടങ്ങിപ്പോവാം. ഹേയ് രമ്യ, ഞങ്ങൾ വരുന്നു. നമസ്കാരം. വരണം സാർ. നമസ്കാരം. വരൂ. കാത്തുനിന്ന് മുഷിഞ്ഞോ? ഏയ്, ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. ഋതുമോളെ, സുഖമല്ലേ? ആന്റി, മോളിന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് വന്ന ഉടനെ സാരി സെലക്ട് ചെയ്തോളായിരുന്നോ, അതോ സെലക്ട് ചെയ്തോ? അത് ശരിയല്ലല്ലോ. നിങ്ങളും കൂടി വന്നിട്ട് സെലക്ട് ചെയ്യുന്നതാ അതിന്റെ ശരി. എങ്കിൽ പിന്നെ സമയം പാഴാക്കണ്ട, വരൂ. വാ. സാരിയൊക്കെ എന്തിനാ? നോക്ക്, ഇത് അടിപൊളി. നിനക്ക് നന്നായിട്ട് ചേരും. അതെ അതെ, ഇപ്പൊ നല്ല ലുക്കായിട്ടുണ്ട്. താങ്ക് യു. മാഡം, മാഡം എങ്ങോട്ടാ പോകുന്നത്? എന്താ? അല്ല, എല്ലാവരും അങ്ങോട്ടല്ലേ പോകുന്നത്. മാഡം എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഒരു നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യണം, ലേറ്റസ്റ്റ് മോഡൽ. അയ്യോ, മാഡത്തിന് വേണ്ടിയല്ലേ അവര് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്? അവര് സാരിയെ നോക്കുന്നേ, അത് എനിക്കല്ല രാജു. ഈശ്വര, അവര് മാഡത്തിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിട്ടാ സാരി സെലക്ട് ചെയ്യുന്നതെന്ന് അറിയുമ്പോ മാഡം എങ്ങനെ റിയാക്ട് ചെയ്യാന്തോ? നോക്ക്, നിന്റെ ആള് രാജു. ഒന്ന് പോടി. രാജു എന്തിനാ ഇവിടെ വരുന്നേ? അതോ ലേഡി സെക്ഷനില്? ശരി, ഞാൻ പറയുന്ന വിശ്വസിക്കണ്ട. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഇപ്പൊ വിശ്വാസമായല്ലോ. അയ്യോ, രാജു എന്താ ഇവിടെ? ഒരു കാര്യം ചെയ്യാം, രാജുവിനെ കൊണ്ടേ എന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യിപ്പിക്കാം. രാജുവിന് ഇഷ്ടപ്പെടുന്ന വാങ്ങാം. ഞാൻ അതേ വാങ്ങുന്നുള്ളൂ. ദാ, ഇത് പിടിച്ചേ. പിന്നെ നിങ്ങൾ രണ്ടാൾ ഇവിടെ നിന്നാ മതി കേട്ടോ. ഇതിനിടയ്ക്ക് രാജു എവിടെ പോയി? രാജു എന്താ മായാവിയോ? കൊള്ളാലോ. കൊള്ളാലോ, ഇതിങ്ങ് തന്നെ. എനിക്ക് വേണം. ഓ, നീയോ? അതെ, ഞാൻ തന്നെ. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഇത് വിട്ടേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാ. എന്തോ? ഞാനിതിവിടെ മാറ്റി വെച്ചിരുന്ന. നീ വേറെ എടുത്തോ, ഇത് ഞാൻ തരില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതാ. എങ്കിലേ ഞാൻ തന്നെ ഇത് വാങ്ങും. വിടാനാ പറഞ്ഞത്. നീ വിട്. നിനക്ക് എന്താ വേറെ ഡ്രസ് എടുത്താല്? ആഹാ, അത് നിനക്കും ആവാലോ. മോള് വാങ്ങുന്നതേ എനിക്കൊന്ന് കാണണം. ഇത് വിടട്ടെ. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ഇത് ഞാൻ നിനക്ക് തരില്ല. എനിക്കും അതന്നെ പറയാനുള്ളേ. ആകാശം ഇടിഞ്ഞു വീണാലും ഇനി അഥവാ ഭൂമി പിളർന്ന് താഴെ പോയാലും ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രശ്നമില്ല. എന്നാ നമുക്കതൊന്ന് കാണാം. വീട്ടാനാ പറഞ്ഞേ. നോക്ക്, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. കൊള്ളാലോ. ഞാൻ നോക്കട്ടെ. വേണ്ട. സർ, സർ, ഋതിക മാഡത്തിന് സാർ ഒരു സാരി സെലക്ട് ചെയ്യൂ. മാഡത്തിനത് വലിയ സന്തോഷാവും. അത് ശരിയാ വർമ്മേ. മകൾക്ക് വേണ്ടി അച്ഛനാ സെലക്ട് ചെയ്യേണ്ടത്.
നല്ലൊരു പയ്യനെ അച്ഛൻ കണ്ടെത്തിയതുപോലെ. പരമു, അതല്ല, എനിക്ക് സാരികളൊന്നും സെലക്ട് ചെയ്ത് അത്ര ശീലമില്ല. അച്ഛൻ മകൾക്ക് എന്തു വാങ്ങിയാലും അതവൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും. പ്ലീസ് ഓർമ്മേ, ഒരെണ്ണം സെലക്ട് ചെയ്യേ. എൻഗേജ്മെന്റിന് മോൾ നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്കട്ടെ. ആ അതെ സർ. അല്ല, മണവാട്ടി എവിടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാം സാർ. ചെല്. ആ. ആ ഓർമ്മേ, വാ. നീ ഇനി എത്രയൊക്കെ നിർബന്ധിച്ചാലും ശരി, ഇത് ഞാൻ നിനക്ക് തരില്ല. എന്താ ഇവിടെ? അല്ല, നീ എന്താ ഇവിടെ? അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചാ വന്നതല്ലേ? ഞാൻ വിളിച്ചപ്പോ സാറിന് വലിയ പാടായിരുന്നല്ലോ. നീ എന്തിനാ ഇപ്പൊ മാഡത്തിനോട് വഴക്കടിക്കുന്നത്? ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സാ ഇത് ഇവിടെ എടുത്തു. അപ്പൊ ഞാൻ എന്താ മിണ്ടാതിരിക്കണോ? ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കും. അതിന് എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മാഡം, മാഡത്തിന് എന്തിനാ ഈ ഡ്രസ്? ദേ, അവിടെ മാഡത്തിന് വേണ്ടി സാരി സെലക്ട് ചെയ്യുന്നുണ്ട്. മാഡം വാ. രാജു എന്തീ പറയുന്നേ? ബർത്ത്ഡേക്ക് ആരെങ്കിലും സാരി ഉടുക്കോ? അതല്ല മാഡം, ഇതൊന്നും കൊള്ളില്ല. മാഡത്തിന് ഇതൊന്നും ചേരില്ല. ഇല്ല രാജു, എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് വേണം. ഞാനാ ഇത് ആദ്യം സെലക്ട് ചെയ്തത്. ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. മാഡം, അവിടെ സാറ് മാഡത്തിന് വേണ്ടി നല്ല അടിപൊളി സാരി നോക്കുന്നുണ്ട്. എന്ത്? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്യുന്നോ? ആ, രമ്യ, നിനക്ക് ഞാൻ വേറെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാം. സത്യം? സത്യം. എന്നാ വാ. നീ പോയി നോക്ക്, അപ്പോഴത്തേക്കും ഞാൻ എത്താം. പെട്ടെന്ന് വരുമോ? വാ. ആ മോളെ, മോളുടെ അച്ഛനാ മോൾക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്തത്. മോളെ, ഇഷ്ടപ്പെട്ടു നോക്ക്. ഒരു നിമിഷം ചെയ്യില്ലേ, അത് അച്ഛൻ തന്നെ മോൾക്ക് നേരിട്ട് കൊടുക്കട്ടെ. എന്താ പുറമെ ആലോചിക്കുന്നത്? അതല്ലേ അതിന്റെ ശരി. ഷോപ്പിംഗ് മുടക്കാനായി അമ്മാവന് വീട്ടിൽ പായസമൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കണ്ടില്ലേ, കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. അല്ല, ഇവിടെ വന്നിട്ട് വേറെന്തോ പ്ലാൻ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അതും ഇതുപോലെ ഒരു പ്രയോജനം ഇല്ലാത്തതാണോ? കണ്ടില്ലേ അച്ഛനും മകളും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. പറയമ്മേ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളല്ല, നീയാ ചെയ്യാൻ പോകുന്നത്. ഞാനെന്ത് ചെയ്യണം?
അച്ഛൻ ആദ്യമായി സ്നേഹത്തോടെ ഈ സാരി വാങ്ങിത്തരുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടി വെറുതെ വഴക്കിടില്ലായിരുന്നു. എന്താ മേഡം ഇവിടെ തന്നെ നിന്നളഞ്ഞത്? രാജു, ഇതെനിക്ക് എന്റെ അച്ഛൻ ആദ്യമായിട്ട് സ്നേഹത്തോടെ വാങ്ങി തന്നതാ. ഇനി ഇതെന്നല്ല, എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സ് കിട്ടിയാലും എനിക്ക് ഈ സാരിയോളം ഇഷ്ടപ്പെടില്ല. ഹോ, എന്തൊരു ബഹളം ആ കുട്ടി കാട്ടിയത്. ഒരു കാര്യം ചെയ്, ഈ ഡ്രസ്സ് കൊണ്ടുപോയി ആ കാന്താരിക്ക് കൊടുക്ക്. ശരി മേഡം. ഇനി ആ രമ്യ എവിടെ പോയി അന്വേഷിക്കുമെന്നോ? നീ അകത്തേക്ക് വാ, നിന്നെ കാര്യായിട്ട് ഞാനൊന്ന് കെട്ടിപ്പിടിക്കും. ബാക്കി കഥയൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കിക്കോളും. അമ്മയുടെ കഥ കേട്ട് ആ തന്തയും തള്ളയും അവര് വന്ന വഴിയെ പൊയ്ക്കോളും. അങ്ങനെ ഋതികയുടെ വിവാഹം ഡിം. നീ വാ. വാടി. രമ്യ, ദേ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്. രാജു, സത്യമായിട്ടും രാജു ഇത് എനിക്ക് വാങ്ങിയതാണോ? ആ, താങ്ക് യു രാജു. എന്നാ ഒരു കാര്യം ചെയ്യാം, രാജു അല്പം വെയിറ്റ് ചെയ്യ്, ഞാനിത് ട്രയൽ റൂമിൽ പോയിട്ട് ഇട്ടോണ്ട് വരാം. എനിക്കിത് എങ്ങനെയുണ്ടെന്ന് രാജു പറയണം. അയ്യോ, കുഴപ്പമായല്ലോ. ദീപക്ക് ഇനി ആള് മാറി ആ കുട്ടി എങ്ങാനും കയറി പിടിക്കൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആ യാമിനി, ഞാൻ ദേ വരുന്നേ. ശരി ചേച്ചി. നമ്മള് തമ്മിലൊരു ചുറ്റിക്കളി ഉണ്ടെന്ന് അറിഞ്ഞാലേ ഈ വിവാഹം മുടങ്ങും. കുട്ടി, കുട്ടി ഒന്ന് നിന്നേ. എല്ലാം പോയി. ബർത്ത്ഡേക്ക് ഞാൻ ഈ സാരി ഉടുത്ത് നിന്ന അച്ഛൻ എന്ത് സന്തോഷവും. അയ്യോ, സോറി സോറി. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? നീ എന്താണോ വിചാരിച്ചേ? വേണ്ട രാജു. രാജു, ഞാൻ ട്രയൽ റൂമിൽ ചെന്നപ്പോഴേ ഇയാൾ അതിനകത്തുണ്ടായിരുന്നു. ഇയാളെ കയറി പിടിച്ചു. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? രാജു, പൊതു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടാ? അയ്യോ, സ്ത്രീകളുടെ ട്രയൽ റൂമിൽ നിനക്ക് എന്താ കാര്യം? ഇവനെ കൊല്ലണം, അതാ വേണ്ടത്. ഇനി ഇവൻ മേലെ ഇതുപോലൊരു തെമ്മാടത്തിനെ കാണിക്കരുത്. രാജു, രാജു നിർത്ത്. രാജു പോലീസിനെ വിളിക്കാം. പ്രതാപ, വേണ്ട. ചേച്ചി ഇതിൽ ഇടപെടണ്ട. രാജു, വേഗം പോലീസിനെ വിളിക്കാം. ആദ്യം ഇവന്റെ മുഖത്ത് തുണിയെടുത്ത് മാറ്റ്. ഈ മാങ്ങയുടെ കാലാണെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഇയാൾ മനുഷ്യനാണോ അതോ മൃഗമാണോ? കഷ്ടം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും ഒരു പൊതു സ്ഥലത്ത് വെച്ച്. എന്റെ കൂടെ വന്നിട്ട് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുക, അതും പട്ടാപ്പകല്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ കൊല്ലുക വേണ്ടത്.
കുറച്ചു ദിവസം മുമ്പ് നീ പോലീസുകാരോട് തട്ടിക്കറി. ഇപ്പോ ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറി. കഷ്ടം. നീ എങ്ങനെ തലതെറിച്ച് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇതാണോ നീ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്ന സംസ്കാരം? ശ്ശേ. ഇത്രയും ചീപ്പായിട്ട് പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നതാ? നോക്ക്, നിന്റെ കയ്യിൽപ്പ് കാരണം നിന്റെ അമ്മ 4 ആളുകളുടെ മുമ്പിൽ നാണം കെട്ട് തലൂണിച്ച് നിൽക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ ചേച്ചിയെ നാണം കെടുത്തിയപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. നിന്നെ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ചേച്ചിക്ക് കിട്ടിയ ശിക്ഷ ഇത്. ആദ്യം നീ പെൺകുട്ടിയോട് മാപ്പി ചോദിക്കൂ. ചോദിക്കണ. നിന്നോടല്ലേ പറഞ്ഞു മാപ്പ് പറയാൻ? അങ്ങോട്ട് പോയി പറടാ. പറടാ. സോറി. ആണോ ഇല്ലാത്തവൻ, ഇറങ്ങി പോടാ എന്റെ കൺമുന്നിൽ നിന്ന്. വർമ്മേ, ഇനി ഈ വിഷയം കൂടുതൽ വഷളാക്കണ്ട. തൽക്കാലം എല്ലാം സോൾവ് ആയല്ലോ, ഇനി വിട്ടേക്ക്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങോട്ട് വന്നത്. അതേ സന്തോഷത്തോടെ തന്നെ നമ്മൾ മടങ്ങിപ്പോവുകയും വേണം. ചേച്ചി, ചേച്ചി വിഷമിക്കണ്ട. അവന്റെ കൂട്ട് കിട്ടുന്നത് ശരിയല്ല. നമുക്കത് മാറ്റിയെടുക്കാം. സമാധാനിക്കുക. ഇതിനിടയിൽ മോതിരം വാങ്ങിക്കുന്ന കാര്യം മറക്കണ്ട. നമുക്ക് അങ്ങോട്ട് പോകാം. വാ വാ. രമ്യ, നീ എപ്പോഴും മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുമ്പോ നീ ഒരു വഴക്കാളി മാത്രമാണെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നീ ഒരു ധൈര്യമുള്ള പെൺകുട്ടി കൂടിയാണെന്ന് ഇപ്പൊ തെളിയിച്ചു. എന്തായാലും ഇത്രയും തല്ലാണ്ടായിരുന്നു. അത് സാരില്ല. എന്നാലും അയാളെന്നെ ഉപദ്രവിച്ചപ്പോഴേ രാജു അയാളെ പൊതിരെ തല്ലിയില്ലേ, എനിക്ക് സന്തോഷായി. ലതിക മാഡം, അവരൊക്കെ പോയി, നമുക്കും പോവാം. മാഡം വാ. ആ രമേ, വീട്ടിലേക്ക് ശ്രദ്ധിച്ചു പോണേ. വാ മാഡം. രാജു എന്നാലും അവന് ശരിക്കും തല്ലിയല്ലേ? ആ രാജു, ബർത്ത്ഡേക്ക് ഈ സാരി കൂടാതെ എനിക്കച്ച മോതിരം വാങ്ങി തരുമോ? ആ അതെ മാഡം, മാഡത്തിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സാർ ഒരു മോതിരം കൂടി വാങ്ങി തരുന്നുണ്ട്. പ്രതാപ, ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പിന്നെ അംബികയെന്നായിരിക്കില്ല. നീ എന്റെ മോനെ തല്ലിയതിന് ഞാൻ തകർക്കാൻ പോകുന്നത് നിന്റെ ജീവിതാ. അല്ല, മോതിരം എടുക്കാനോ? ആർക്ക് മോതിരം എടുക്കാൻ? ഋതുവിനോ അതോ രാജുവിനോ? രാജുവിനാണെങ്കിൽ അപ്പൊ ഞാൻ രാജുവിന് കൊടുത്ത മോതിരോ? ഇതൊക്കെ മാഡത്തിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാ, ഫംഗ്ഷൻ ഇടാൻ വേണ്ടി. ഫംഗ്ഷനോ? ആ ആ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി. ഒരെണ്ണം സെലക്ട് ചെയ്. ഏയ് സോറി, എനിക്ക് സ്വർണത്തിന്റെ ഫാഷനെ പറ്റിയൊന്നും വലിയ പിടിയൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വർമ്മേ. സ്വർണം പോലത്തെ ഒരു മോൾക്ക് ഒരു സ്വർണ്ണമോതിരം സെലക്ട് ചെയ്യാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒരു കാര്യം ചെയ്, വർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മോതിരം എടുക്ക്. അത് ഹൃതിക മോൾക്കും ഇഷ്ടപ്പെടും. അത് ശരിയാ. പ്രതാപൻ ഒന്നെടുക്ക്. പ്രതാപേട്ട എല്ലാരും നിർബന്ധിക്കല്ലേ, ഏട്ടൻ തന്നെ സെലക്ട് ചെയ്യേ. മോൾക്ക് ഈ മോതിരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കി മോളത് വിരലിലിട്ട് നോക്ക്, സൈസാണെന്ന് അറിയാലോ. ആ നല്ല ഭംഗിയുണ്ട്. അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഗുഡ് സെലക്ഷൻ വർമ്മേ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോൾക്ക് നന്നായി ചേരുന്നുണ്ട്. ആ ശ്രീയല്ലേ, ഇനി മോനൊരു മോതിരം വാങ്ങണ്ടേ? ആ അത് ഋതുമോള് സെലക്ട് ചെയ്യും.
ശ്ശോ, തൊലച്ചു. മാഡം ഇപ്പൊ എൻഗേജ്മെന്റിന്റെ കാര്യം അറിയല്ലോ. മകന്റെ ബർത്ത്ഡേ എപ്പോഴാ? അത് മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞ് 4 ദിവസം കൂടെ കഴിഞ്ഞിട്ട്. ഓ, അതിനാണോ ഇവര് മോതിരം വാങ്ങുന്നത്? ആശ്വാസമായി. മാഡത്തിന് ഡൗട്ടൊന്നും തോന്നിയില്ല. ദാ, നീ ഇതും കൂടെ ബില്ലടിച്ച് പേയ്മെന്റ് ചെയ്തിട്ട് വാ. നീ എന്താടി ട്രയൽ റൂമിൽ പോയിട്ട് ഇത് ഉടുത്തു നോക്കാത്തെ? എന്റെ അമ്മോ, നീ ഈ ലോകത്തൊന്നും അല്ലായിരുന്നോ? ഹോ, നേരത്തെ ഞാൻ അറ്റാക്ക് ഒന്ന് തട്ടിപ്പോയില്ലെന്നേ ഉള്ളൂ. ഹോ, അതൊന്നും ഓർക്കാൻ കൂടി വയ്യ. ഇനി ഈ ജന്മം ഞാൻ ട്രയൽ റൂമിൽ കയറില്ല. ഞാനേ വീട്ടിൽ കൊണ്ടേ ഉടുത്തു നോക്കാം. ശരിയായില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. നീ വേഗം പേയ്മെന്റ് ചെയ്തിട്ട് വാ. ഓക്കെ. നീ എവിടെയാ? ഞാൻ നാണം കെട്ടുപോയി അമ്മേ. അമ്മാവന്റെ മുന്നില് ഞാനൊരു റൗഡിയെ പോലെയായി. നമ്മൾ പ്ലാൻ ചെയ്ത ഒന്ന്, പക്ഷെ നടന്നത് മറ്റൊന്ന്. ഞാൻ വെറുതെ വിടില്ല അമ്മേ. നമ്മൾ ഇവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ് അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും.